വയനാട് മാറോട് ഗ്രാമത്തിലെ കാട്ടാന ശല്യത്തെക്കുറിച്ചുള്ള വാർത്തയിലേക്ക്. നമുക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ല, എപ്പോൾ വരുന്നൊന്നും അറിയില്ല. ഇങ്ങനെയൊക്കെ ഈ ഫെൻസിങ് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. തൂക്ക് ഫെൻസിങ് അവിടം വരെ എത്തിയിട്ടുള്ളൂ. പിന്നെ രാത്രി കാലങ്ങളിൽ നമുക്ക് പുറത്തിറങ്ങാൻ തന്നെ ഭയങ്കര പേടിയാണ്. ഇങ്ങനൊക്കെ ആയതുകൊണ്ട് ജീവിക്കാൻ ഭയങ്കര പാടാണ്. ഇനി ഒന്നും കൂടി ശല്യം കൂടി വരിക. കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനയെ തുരത്തുന്നതിനിടെ കർഷകൻ കൊല്ലപ്പെട്ട പ്രദേശത്താണ് ഇപ്പോഴും കാട്ടാന ശല്യത്താൽ ആളുകളുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാട്ടാനകൾ കൃഷിയിടത്തിലിറങ്ങുകയും ഭീതി പരത്തുകയും ചെയ്തിരുന്നു. വൈകുന്നേരമാകുമ്പോഴേക്കും ജനവാസ കേന്ദ്രത്തോട് ചേർന്ന് വനത്തിൽ നിലയുറപ്പിക്കുന്ന കാട്ടാന രാത്രിയാകുമ്പോൾ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുകയാണ്. വീടുകൾക്ക് സമീപം വരെ എത്തുന്ന കാട്ടാനകൾ ഭീഷണി പരത്തുന്നു. അങ്ങനെ ട്രെഞ്ചൊക്കെ കുറേയൊക്കെ പൊളിച്ചു കളഞ്ഞേക്കുക. ട്രെഞ്ചിലൊന്നും ഒരു കാര്യമില്ല, ഒക്കെ ഇടിച്ച് ഇപ്പോൾ മേലെ ആ സൈഡ് മാത്രം അന്ന് കഴിഞ്ഞ പ്രാവശ്യം എപ്പോഴും കുറച്ച് JCB കൊണ്ട് മാന്തി. പിന്നെ അതും അങ്ങനെയാണ് കിടന്നു. ലൈറ്റിൻ്റെ ഒക്കെ പറയുമ്പോൾ കുറേ വശമൊന്നും ഇല്ല. ഇപ്പം നമ്മളെ വീടിൻ്റെ മുമ്പിലുള്ള ഒന്ന് കത്തുണ്ട്, പകുതി അത് അവിടെ അക്കരെ സൈഡിലത്തൊക്കെ ചിലപ്പോൾ കെട്ടി കിടക്കും, ചിലപ്പോൾ കത്തും. അങ്ങനെയൊക്കെ ജീവനില്ലാത്ത അവസ്ഥയാണ് ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ. ഇതെല്ലാം റോട്ടിൽ ഇറങ്ങാൻ പറ്റൂല. നമുക്കൊരു ആവശ്യങ്ങൾ പോകണമെങ്കിൽ ബൈക്ക് കൊണ്ടുവരുന്ന എല്ലാ ചക്കന്മാരും ബൈക്ക് കൊണ്ടുവരുന്നത് എപ്പോൾ എവിടെ ഉണ്ടാവും ഒന്നും പറയാൻ പറ്റില്ല. വനാതിർത്തിയിലെ കിടങ്ങും ഫെൻസിംഗ് സംവിധാനങ്ങളുമെല്ലാം താറുമാറായതാണ് കാട്ടാനശല്യം രൂക്ഷമാകാൻ കാരണമെന്നാണ് ആരോപണം. മുൻപ് കർഷകൻ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ സ്ഥലത്തെത്തിയ മന്ത്രിമാർ തൂക്ക് ഫെൻസിംഗ് അടക്കം സ്ഥാപിച്ച് പ്രതിരോധം ശക്തിപ്പെടുത്തുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ഇതെല്ലാം പാഴ്വാക്കായതായാണ് നിലവിലെ കാട്ടാനശല്യത്തിന് കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. കേരള വിഷൻ ന്യൂസ്, വയനാട്.